നമസ്കാരം. കേരള PSCയുടെ വിവിധ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അൺഅക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസിലേക്ക് സ്വാഗതം. ഞാൻ ലിൻഡു അൽഫോൻസ് ജോയ്. കഴിഞ്ഞ 4 വർഷക്കാലമായി മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇംഗ്ലീഷ് ഗ്രാമർ അധ്യാപികയാണ്. ഞാനും ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗദർ. നമുക്കറിയാം, അൺഅക്കാഡമി പ്ലാറ്റ്ഫോം ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഒരു ഫിസിക്കൽ ക്ലാസ് റൂമിൽ എപ്രകാരമാണോ തന്റെ അധ്യാപകനുമായി സംസാരിക്കുവാനും സംശയ നിവാരണത്തിനും ഒക്കെ അവസരമുള്ളത്, അതുപോലെ തന്നെയാണ് ഇവിടെയും ലൈവായിട്ട് തന്റെ അധ്യാപകരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്കുണ്ട്. ഒപ്പം ഓർക്കുക, നിരവധി എഡ്യൂക്കേറ്റേഴ്സിൽ നിന്നും തനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേറ്ററെ തെരഞ്ഞെടുത്ത് ആ അധ്യാപകന്റെ ക്ലാസുകൾ കേൾക്കുവാനുള്ള അവസരവും PDF നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യുവാനും പ്രിപ്പറേഷന് അവ കൂടുതൽ ഉപയോഗിക്കുവാനും വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട്. ഇനി ഓർക്കുക, നമുക്ക് സബ്സ്ക്രൈബ് ടു പ്ലസ് എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. പ്ലസിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി EMI ഓപ്ഷൻ ഉണ്ട് എന്ന കാര്യവും മറന്നു പോകരുത്. പിന്നെ ഇപ്പോൾ പ്രത്യേകമായി പറയാനുള്ള ഒരു കാര്യം, നേട്ടം എന്ന ഒരു 30-day ക്രാഷ് കോഴ്സ് ഫോർ 10th ലെവൽ പ്രിലിംസ് ഉടൻ തന്നെയുണ്ട്. അപ്പൊ ഈ ഒരു ക്രാഷ് കോഴ്സിൽ പ്രഗത്ഭരായിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആണ് വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതും അവരുടെ അറിവുകൾ പങ്കുവെക്കുന്നതും. ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നേട്ടം എന്ന 30-day ക്രാഷ് കോഴ്സ് 10th ലെവൽ പ്രിലിംസിനായിട്ടുള്ള ക്രാഷ് കോഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിന്റെ ആ ഒരു ബെനഫിറ്റ് നിങ്ങൾക്കെല്ലാം ലഭിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഒപ്പം ഒരു ന്യൂ ബാച്ച് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. 90-day കോഴ്സ് ഓൺ 12th ലെവൽ യൂണിഫോം പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. EMI അവൈലബിൾ ആണ് എന്ന കാര്യം കൂടി ഓർക്കുക. മറ്റൊരു കാര്യം, എവിടെ വെച്ച് വേണമെങ്കിലും ഏത് അവസരത്തിൽ വേണമെങ്കിലും അൺഅക്കാഡമി ക്ലാസുകൾ ഡൗൺലോഡ് ചെയ്യുവാനും ഓഫ്ലൈനായി അത് കേൾക്കുവാനും ഒക്കെയുള്ള അവസരം വിദ്യാർത്ഥികൾക്കുണ്ട്. നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് 12 മാസത്തേക്കാണ്, അതായത് ഒരു വർഷത്തേക്കാണ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്കിൽ LinduYT എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 10% ഡിസ്കൗണ്ട് നേടിക്കൊണ്ട് പഠിക്കുവാനായി തയ്യാറാവുക. അങ്ങനെ ഒരു അവസരമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനായി 8415 രൂപയാണ് 10% ഡിസ്കൗണ്ടിന് ശേഷം നിങ്ങൾക്ക് ചിലവാകുന്നത്. അതോടൊപ്പം 2 വർഷത്തേക്കാണ് LinduYT എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്കിൽ 12240 രൂപ 10% ഡിസ്കൗണ്ടോടുകൂടി അടയ്ക്കേണ്ടതായി നിങ്ങൾക്ക് വരുന്നു എന്ന കാര്യവും കൂടി ഓർക്കുക. അതൊരു ബെനിഫിറ്റ് ആണ്. അപ്പോ പ്ലസിലേക്ക് വരുവാനും ഒപ്പം അൺഅക്കാഡമി ആപ്പിലെ ക്ലാസുകൾ കാണുവാനും PSC പരീക്ഷയ്ക്ക് നന്നായി പ്രിപ്പയർ ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മള് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ഒരു ഭാഗം ഏറെക്കുറെ പറഞ്ഞു നിർത്തി. അതിന്റെ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തു. ഇനി നമുക്ക് പോകാം അല്ലെ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗദർ വിത്ത് അൺഅക്കാഡമി. അപ്പൊ നോക്കുക, ടെൻസസ് ഇൻ ഇംഗ്ലീഷ്, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ടെൻസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടെൻസസ് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ ടെൻസസ് ടെൻസ് ഡിനോട്ട്സ്, ഒരു ടെൻസിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ടെൻസ് ഡിനോട്ട്സ് ദ ടൈം ഓഫ് ആൻ ആക്ഷൻ ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിൽ ആക്ഷൻ എപ്പോഴാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു തരുന്നതാണ് ആര്? ടെൻസ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ടെൻസ് എന്തിനാണ് നമ്മൾ ടെൻസിന്റെ കാര്യം നോക്കുന്നത്? ഒരു സെന്റൻസിൽ ടെൻസിന്റെ കാര്യം എപ്പോഴാണ് നോക്കുന്നത്? ആ സമയം, ആ പ്രവൃത്തി നടന്ന സമയം എപ്പോഴാണ് എന്ന് കാണിക്കുന്നതിനായിട്ടാണ് ടെൻസ് കൂടുതലായിട്ട് നമ്മൾ ടെൻസ് നമ്മുടെ സെന്റൻസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടെൻസ് ഇല്ലാതെ നമുക്ക് കാലത്തെ കാണിക്കാൻ നിവൃത്തിയില്ല എന്നത് ഓർക്കുക. ഞാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അപ്പോൾ ഞാൻ പറയുകയാണ് ഐ ആം സ്പീക്കിംഗ് അല്ലെങ്കിൽ ഐ ആം ടോക്കിംഗ് ടു യു എന്ന് പറയുവാണെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ ഐ ആം ടോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ ഓർക്കുക. അതിനകത്ത് ഞാൻ ചെയ്ത പ്രവൃത്തി, വെർബ് ടോക്ക് എന്നുള്ള പ്രവൃത്തിക്ക് ഞാൻ ING ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് ഏത് ടെൻസ് ആണ്? ഏത് കാലമാണത്? ഇപ്പോൾ സംഭവിക്കുന്ന കാലമാണ് അല്ലെ. തൊട്ടു മുൻപ് ഞാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് എങ്കിൽ ഐ ഹാവ് റിട്ടൺ ഇറ്റ് എന്ന് ഞാൻ പറയും. അതേത് കാലത്തിലാണ് അപ്പോൾ ഞാൻ പറയുന്നത്? ഞാൻ എഴുതിയിട്ടുണ്ട്, അതേത് കാലമാണ്? കുറച്ചു മുമ്പ് എപ്പോഴോ നടന്ന് കംപ്ലീറ്റ് ചെയ്തൊരു കാലമാണ് അല്ലെ. ഐ റോട്ട് എ ബുക്ക്, ഞാനൊരു ബുക്ക് എഴുതി, എന്നോ ഒരിക്കൽ ഞാനൊരു ബുക്ക് എഴുതി എന്നുള്ള ഒരു അർത്ഥമാണല്ലോ അപ്പോൾ അവിടെ വരുന്നത്. അപ്പൊ അതും ഓർത്തു വെക്കുക. പിന്നെ ഐ വിൽ സ്റ്റഡി, ഞാൻ പഠിക്കും അല്ലെ. ഞാൻ പഠിക്കും എന്ന് പിന്നീട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്, അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റി. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ഇപ്പോൾ കേട്ടു? ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം അല്ലെ. ഭൂതം, ഭാവി, വർത്തമാനം. ഇപ്പോൾ നടക്കുന്നത് വർത്തമാനം, പ്രസന്റ് ടെൻസ്. ഭൂതകാലം, കഴിഞ്ഞു പോയത്, പാസ്റ്റ് ടെൻസ്. അതുപോലെ തന്നെ ഭാവികാലം, ഫ്യൂച്ചർ ടെൻസ്.
ഇതാണ് ഈ കാലങ്ങളാണ് ഒരു സെന്റൻസിൽ ഏത് സമയത്താണ് ഒരു പ്രവൃത്തി നടന്നത് എന്ന് പറയുന്നത്. അപ്പോ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി സബ്ജക്റ്റ് ഏത് സമയത്ത് ഒരു കാര്യം ചെയ്തു എന്ന് ഒരു സെന്റൻസിൽ വ്യക്തമായി പറയണമെങ്കിൽ കൃത്യമായ ടെൻസിന്റെ ഉപയോഗം അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പോ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വർത്തമാനകാലത്തിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ വർത്തമാനകാലത്തിൽ അത് പറയണം. ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാണ് ഐ സ്പോക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഐ ടോൾഡ് എന്ന് ഞാൻ ഇപ്പൊ പറയുവാണെങ്കിൽ അതിനൊരു സെൻസ് ഉണ്ടാവില്ല അല്ലെ. ഞാനിപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പറയുമ്പോഴും പറയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാണ് ഐ സ്പോക്ക് എന്ന് ഞാൻ തെറ്റിച്ച് ഉപയോഗിച്ചാൽ, ടെൻസിനെ മാറ്റി പറഞ്ഞാൽ ആ സെന്റൻസിന്റെ മുഴുവൻ അർത്ഥം പോകും, നമ്മുടെ മുമ്പിലുള്ള ആശയം മുഴുവൻ ഇല്ലാതാവും അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു സെന്റൻസിന് അർത്ഥം കൊടുക്കേണ്ടതിന്, ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ചെയ്ത ക്രിയ ഏത് സമയത്ത് നടന്നു എന്ന് കൃത്യമായിട്ട് പറയേണ്ടതിന് നമുക്ക് ടെൻസ് കൂടിയേ തീരൂ അല്ലെ. ടെൻസ് ഇല്ലാതെ, കാലങ്ങൾ അറിയാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കാലങ്ങൾ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ, കാലങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ഭാഷ പഠിക്കുമ്പോൾ അത് മദർ ടങ്ങിന്റെ ഒരു സഹായത്തോടെ നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്കത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഇംഗ്ലീഷിനെ നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് മലയാളവും പഠിക്കാൻ പറ്റും, ഇംഗ്ലീഷും പഠിക്കാൻ പറ്റും. അപ്പൊ തുടങ്ങാം അല്ലെ. അപ്പൊ ഓർത്തിരിക്കുക, ടെൻസ് ഡിനോട്ട്സ് അല്ലെങ്കിൽ ടെൻസസ് ഡിനോട്ട്. ഇപ്പൊ ഇവിടെ ടെൻസസ് ആണ് വന്നതെങ്കിൽ ഡിനോട്ട് എന്നേ വരുള്ളൂ, ഈ ഡിനോട്ട്സ് വരില്ല അല്ലെ. അപ്പൊ ടെൻസസ് ഡിനോട്ട് അല്ലെങ്കിൽ ടെൻസ് ഡിനോട്ട്സ് ദ ടൈം ഓഫ് ആൻ ആക്ഷൻ ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിലെ ആക്ഷൻ എപ്പോൾ നടന്നു ആ സമയത്തെ കുറിച്ച് പ്രതിപാദിക്കുകയാണ് ടെൻസ് ചെയ്യുന്നത്. ഓക്കെ, ടെൻസ് മെയിൻ ആയിട്ടും 3 തരത്തിലാണ്, 3 ടൈപ്പ് ആണുള്ളത്. ഒന്ന് നമുക്കറിയാം പ്രസന്റ് ടെൻസ്, 2 പാസ്റ്റ് ടെൻസ്, 3 ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, മൂന്നാമത്തെ എഴുതിയത് കാണുന്നില്ല, ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, കാണാം അല്ലെ, ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, അപ്പോ ടെൻസ് മെയിൻ ആയിട്ടും 3 ആയിട്ടാണ് ഉള്ളത് എന്ന് മനസ്സിൽ നന്നായിട്ട് ഉറപ്പിക്കുക. അതായത് വർത്തമാനകാലം, ഭാവി കാലം, ഭൂതകാലം. PSC ക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മലയാളത്തിലെ ഗ്രാമർ കൂടെ പഠിക്കും, മലയാളത്തിലെ ടെൻസസ് ഒക്കെ നമ്മൾ പഠിക്കും അല്ലെ. മലയാളത്തിൽ എങ്ങനെയാണ് ഗ്രാമർ, സെന്റൻസ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോഴും ഈ കാലങ്ങളുണ്ട് അല്ലെ. അതാണ് വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം നമ്മൾ പഠിക്കുന്നത് മലയാളത്തിൽ. അത് തന്നെയാണ് ഇവിടെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസുമായിട്ട് വരുന്നത്. അപ്പൊ ഇത് ഓർത്തല്ലോ. ഇനി ഈ 3 പേർക്കും അവരുടേതായ ഫോംസ് ഉണ്ട്, ഓരോ ടെൻസിനും അല്ലെ. ഈ 3 മെയിൻ ടെൻസിനും 3 മെയിൻ ടൈപ്സിനും വീണ്ടും പല ഫോമിലേക്ക് അവ മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇതൊരു ഇൻട്രൊഡക്ടറി സെഷൻ ആണ് ടെൻസിന്റെ. ആ ഒരു അറിവോട് കൂടി ക്ലാസ്സിലേക്ക് പോവാല്ലേ. പ്രസന്റ് ടെൻസിന്റെ ബാക്കി രൂപങ്ങളാണ്, ഫോമുകളാണ് എന്ത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ടെൻസ് പഠിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എവിടെയെല്ലാമാണോ ഞാൻ കണ്ടിന്യൂസ് എന്ന് കാണുന്നത് അവിടെയെല്ലാം ഞാൻ ING കൂടെ കൊണ്ടുപോയിക്കോണം. അതിപ്പോ പ്രസന്റ് ടെൻസിലാണെങ്കിലും പാസ്റ്റ് ടെൻസിലാണെങ്കിലും ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലും എവിടെയൊക്കെയാണോ കണ്ടിന്യൂസ് എന്നൊരു വാക്ക് കാണുന്നത്, കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് എന്ന് എവിടെയൊക്കെ ഞാൻ കാണുന്നോ അവിടെയൊക്കെ ഞാൻ എന്ത് ചെയ്യണം? ING കൊണ്ടുപോയി വെർബിന്റെ കൂടെ വെച്ചു കൊടുക്കണം. ആ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് തുടരുക. ഓക്കെ, സിമ്പിൾ പ്രസന്റ്, അതേപോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓർത്തിരിക്കുക. സിമ്പിൾ പ്രസന്റിനെയും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെയും ഒന്നിച്ച് പഠിക്കുക. ഓക്കെ,
പ്രസന്റ് പെർഫെക്റ്റിനെയും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെയും ഒന്നിച്ചു പഠിക്കുക. കാരണം എന്നാ, സിമ്പിൾ പ്രസന്റ് എന്നുള്ളതിന്റെ കണ്ടിന്യൂസ് ഫോം ആണ് ഇവിടെ വരുന്നത് അല്ലെ, പ്രസന്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. ഇങ്ങനെ ഒന്ന് ബന്ധിപ്പിച്ച് പഠിക്കുക. സിമ്പിൾ പ്രസന്റ് ആണ് ആദ്യത്തേത്, തൊട്ടു താഴെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അതിന്റെ കണ്ടിന്യൂവേഷൻ എന്ന് ഓർത്താൽ മതി, പ്രസന്റ് കണ്ടിന്യൂസ്. അടുത്ത തന്നെ വരുന്നത് പെർഫെക്റ്റ് എന്ന് വേറൊരാളാണ് വരുന്നത്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് വേറൊരാൾ വന്നു. ഇനി ഈ പെർഫെക്റ്റിന്റെ കണ്ടിന്യൂസ് ആണ് അടുത്തത് എന്ന് ഓർക്കുക. അപ്പൊ ഇതൊന്ന് എളുപ്പത്തിൽ നമ്മൾ ഓർത്തിരിക്കുമല്ലോ. അല്ലാതെ ഇതിന്റെ ഇടയ്ക്ക് കയറ്റി ഫ്യൂച്ചറും അല്ലെങ്കിൽ പാസ്റ്റും ഒന്നും എഴുതി പഠിക്കരുത്. പ്രസന്റ് ടെൻസിന്റെ 4 ഫോമുകൾ ഇവയാണ്. ഒന്നാമത്തേത് സിമ്പിൾ പ്രസന്റ് ആണ്. രണ്ടാമത്തേത് ആ പ്രസന്റിന്റെ കണ്ടിന്യൂസ്, അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ്. മൂന്നാമത്തേത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പിന്നെ കാണേണ്ടത് ആ പെർഫെക്റ്റിന്റെ കണ്ടിന്യൂസ് ആണ്, അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആ 4 എണ്ണം മനസ്സിൽ നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, മനസ്സിലുണ്ടല്ലോ. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോവാം അല്ലെ. ഓക്കെ, ഈ ഒരു കാര്യം മറന്നു പോകാതിരിക്കുക. അടുത്തത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എങ്ങനെയാണെന്ന് നോക്കിയേ. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നേരത്തെ നമ്മൾ എന്നാ ചെയ്തേ, പ്രസന്റ് എന്ന് പറഞ്ഞിടത്തെല്ലാം നമ്മൾ ആരെയാ ചേർത്തത്, പാസ്റ്റിനെ ചേർത്തു. പ്രസന്റ് എന്ന് ഉള്ളിടത്തെല്ലാം നമ്മൾ പ്രസന്റിനെ മായ്ച്ചു കളഞ്ഞിട്ട് ആരെ ചേർക്കുന്നു, പാസ്റ്റിനെ ചേർക്കുന്നു. കഴിഞ്ഞ കാലത്തെ പറ്റി പറയാൻ പാസ്റ്റിനെ ചേർക്കുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച, അതാ നോക്കൂ, മുമ്പ് പഠിച്ച സിമ്പിൾ പ്രസന്റ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതി, പ്രസന്റ് മാറ്റി ഇവിടെ പാസ്റ്റ് എഴുതി. ഈ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലെ, തൊട്ടിപ്പുറത്ത് എന്നായിരുന്നു പ്രസന്റ് കണ്ടിന്യൂസ് എന്നായിരുന്നു. പക്ഷെ ഇപ്പുറത്ത് വന്നപ്പോ എന്തായി, പാസ്റ്റ് കണ്ടിന്യൂസ്, കഴിഞ്ഞ കാലത്തിന്റെ കണ്ടിന്യൂവേഷൻ, അതാണ് അവിടെ പറയുന്നത്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പോട്ട് പോകുമ്പോ പഠിക്കും പാസ്റ്റ് കണ്ടിന്യൂസ്. പിന്നെ എന്നാ, തൊട്ടിപ്പുറത്ത് നോക്കിയേ, പ്രസന്റ് പെർഫെക്റ്റ് ആയിരുന്നു, ഇവിടെ എന്തായി, പാസ്റ്റ് പെർഫെക്റ്റ് ആയി. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ പ്രസന്റ് ടെൻസിൽ പഠിച്ചത്. തൊട്ടിപ്പുറത്ത് വന്നപ്പോൾ പാസ്റ്റ് ടെൻസിന്റെ ഫോമിൽ വന്നപ്പോൾ അതെന്തായി, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി. മനസ്സിലായല്ലോ. അപ്പോൾ ഈ 2 ടെൻസും, അതായത് പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഈസി ആയിട്ട് പഠിച്ചല്ലോ. കാരണം എന്നാ, പ്രസന്റിലുള്ള എല്ലാത്തിനെയും എന്നാ ചെയ്താൽ മതി, പാസ്റ്റിലോട്ട് ആക്കിയാൽ മതി. പ്രസന്റ് എന്നുള്ള വാക്കിന് പകരം പാസ്റ്റ് ടെൻസിൽ എല്ലാം പാസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ടെൻസ് കിട്ടും. ഇനി അതെങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പിന്നീട് നോക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഫ്യൂച്ചർ ടെൻസ്. ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ എന്താണ് വ്യത്യാസം, പാസ്റ്റ് എന്നും പ്രസന്റ് എന്നും ഇല്ല, എന്തെന്നേ ഉള്ളൂ. ആ പാസ്റ്റ് പ്രസന്റ് എന്ന് നമ്മൾ എഴുതിയിടത്ത് മുഴുവൻ ആരെ ഇട്ടാ മതി, ഫ്യൂച്ചർ എന്ന് നമ്മൾ ചേർത്താ മതി അല്ലെ. സിമ്പിൾ പാസ്റ്റ് അല്ലെ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞെടുത്ത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് നമ്മളാക്കി. പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ അതിനെ രണ്ടിനെയും മാറ്റി അവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്നാക്കി. പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് നമ്മൾ പഠിച്ചെടുത്ത് അല്ലെങ്കിൽ പറഞ്ഞെടുത്ത് അതിനെ രണ്ടിനെയും മാറ്റി നമ്മൾ അവിടെ ആരെ ചേർത്തു, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫ്യൂച്ചർ എന്ന് ചേർത്തു അല്ലെ, ഫ്യൂച്ചർ എന്ന് ചേർത്തു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് നമ്മൾ പറഞ്ഞെടുത്ത് രണ്ടും എന്ത് ചേർത്തു, രണ്ടല്ല, അവിടെ എന്ത് ചേർത്തു, ഫ്യൂച്ചർ എന്ന് ചേർത്തു. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ എന്ന ആ ഒറ്റ വ്യത്യാസം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വന്ന് നന്നായിട്ട് ചേർത്ത് വെക്കുക. എന്താണ് ടെൻസസ് എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ടെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്ട് ചെയ്യുന്ന ആക്ഷൻ അത് ഏത് സമയത്ത് ഏത് കാലത്താണ് ചെയ്തത് അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏത് സമയത്താണ് ആക്ഷൻ നടന്നത്. ആക്ഷൻ എന്താണെന്ന് നമുക്കറിയാലോ, വെർബാണ് അല്ലെ. സബ്ജക്ട് ചെയ്യുന്ന പ്രവൃത്തി, അതിനെയാണ് നമ്മൾ സെന്റൻസിൽ വെർബ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസിലെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ പ്രെഡിക്കേറ്റിലെ പ്രധാനപ്പെട്ട ആളാണ് ആര്, വെർബ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ആണ് ചെയ്യുന്നത്, അപ്പൊ ചെയ്യുന്ന ആള് സബ്ജക്റ്റ്, ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ വെർബ് എന്ന് വിളിക്കുന്നു. ലിങ്കിങ് വെർബും മോഡൽ വെർബും ഒക്കെ ഉള്ളത് നമ്മൾ വേറെ പഠിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇനി മെയിൻലി 3 ടൈപ്പാണ് നമ്മുടെ ടെൻസുകൾ ഉള്ളത്. ഏതൊക്കെയാണ്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഈ 3 ടൈപ്പിനും വീണ്ടും ഭേദങ്ങൾ, ഭാവങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ്, പല രൂപങ്ങളുണ്ട്. ഓക്കെ, അതാണ്
Sanju, hello. Hello Sanju. Good afternoon. Okay, അപ്പൊ നോക്കാം മൂന്ന് തരത്തിലാണ് നമ്മുടെ ടെൻസ് പോകുന്നത്. അത് നമ്മൾ പഠിച്ചല്ലേ. പ്രസന്റ് ടെൻസ് എന്നും പാസ്റ്റ് ടെൻസ് എന്നും ഫ്യൂച്ചർ ടെൻസ് എന്നും പഠിച്ചു. ഒപ്പം ഇവയ്ക്ക് വീണ്ടും വകഭേദങ്ങൾ വരുന്നു അല്ലെ, ഫോമുകൾ വരുന്നുണ്ട്. പ്രസന്റ് ടെൻസിന് വരുന്നത് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ നാലെണ്ണം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാസ്റ്റിലേക്ക് വരുമ്പോൾ ഈ പ്രസന്റ് എന്നുള്ളിടത്തൊക്കെ പാസ്റ്റ് എന്ന് ചേർത്ത് പഠിച്ചാൽ മതിയാവും. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാവുന്നതേ ഉള്ളൂ. അടുത്തതെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആണ്. അപ്പോൾ എന്ത് ചെയ്തു, പാസ്റ്റ് എന്നും പ്രസന്റ് എന്നും നമ്മൾ ഇട്ടിരുന്നിടത്ത് മുഴുവൻ നമ്മൾ ഫ്യൂച്ചർ എന്ന് ചേർത്തു. ഓക്കെ, അപ്പൊ ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് പോയി അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആണ്. ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് തരത്തിലാണ് മെയിൻ ആയിട്ടുള്ളത്, മൂന്ന് ടൈപ്പ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പ്രസന്റ് ടെൻസ്, പിന്നെ പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, മൂന്നെണ്ണമാണുള്ളത്. അതിന് വീണ്ടും ഫോംസ് ഉണ്ട്. ആ ഫോംസ് ആണ് നമ്മൾ കണ്ട സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കണ്ടിന്യൂസ് ടെൻസ്. അടുത്തത് പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. മൂന്നാമത്തേതാണ് ഫ്യൂച്ചർ ടെൻസ്, അതായത് സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എങ്ങനെ നാലായിട്ട് ഫോംസും അതിനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലൊന്ന് ഉറപ്പിക്കുക. ഇനി നമുക്ക് അവ എന്തൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യമേ പ്രസന്റ് ടെൻസിലെ സിമ്പിൾ പ്രസന്റ് ടെൻസിനെയും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെയും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെയും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെയും നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എപ്പോൾ ഉപയോഗിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വെർബിന്റെ കാര്യം പഠിച്ചപ്പോ പറഞ്ഞത്. സ്റ്റേറ്റിക് അല്ലെ, സ്റ്റേറ്റീവ് വെർബുകൾ ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആക്ഷനെ കാണിക്കുന്ന വെർബുകളല്ല, പിന്നെയോ സ്റ്റേറ്റിക് ആയിട്ടുള്ള അല്ലെ സ്റ്റേറ്റീവ് വെർബുകൾ ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർസീവ് ചെയ്യുന്ന സെൻസ്, ലൈക്ക് ഐ ഹിയർ, ഐ ആം ഹിയറിംഗ് എന്ന് പറയില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഐ ആം സീയിങ് എന്ന് പറയില്ല എന്ന് പറഞ്ഞു. ഐ ആം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയില്ല. ഐ ആം ലവിങ് എന്ന് പറയില്ല അല്ലെ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് ഐ ആം ലവിങ് യു എന്ന് പറഞ്ഞാൽ ഇതൊരു പൊട്ടത്തെറ്റാണ് അല്ലെ. ഇങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ ഐഎൻജിയുടെ ആവശ്യവുമില്ല. അത് എവിടെയേ പറയാൻ പാടുള്ളൂ, നമ്മുടെ സിമ്പിൾ പ്രസന്റിലേ പറയാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ എക്സാമ്പിൾ നോക്കി. അപ്പൊ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് വൈകിട്ടത്തെ ക്ലാസ്സിൽ 8 മണിയുടെ ക്ലാസ്സിൽ നമ്മൾ നോക്കും. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ നമ്മൾ എടുത്ത് പഠിക്കും. ഓക്കെ, അന്നേരം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു പോകാം. കൂടുതൽ അത് ഏതൊക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എഴുതേണ്ടത്, സിമ്പിൾ പ്രസന്റിൽ പറയേണ്ടത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ഒന്ന് കേൾക്കുക. ഓക്കെ, എന്ന് നോക്കിയേ, ഷീ റൈറ്റ്സ് എ ലെറ്റർ. അപ്പൊ നമ്മൾ എവിടെ പഠിച്ചായിരുന്നു, വെർബിൽ ഒരു കാര്യം പഠിച്ചായിരുന്നു. ബേസ് ഫോമിന്റെ കൂടെ എസ് വരുന്നത് എവിടെയാണ് നമ്മൾ പഠിച്ചത്, സിമ്പിൾ പ്രസന്റിലാന്നല്ലേ പഠിച്ചത്. സിമ്പിൾ പ്രസന്റിൽ ബേസ് ആയിട്ടുള്ള റൈറ്റ് എന്ന ബേസ് ഫോമിന്റെ കൂടെ എന്നാ വന്നു, എസ് വന്നു. ഓക്കെ, ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം, ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം, അവൾ ഒരു എഴുത്ത് എഴുതുന്നു. ഞാനിവിടെ ഇരുന്ന് ഈ മലയാളത്തിൽ പറയുന്നത് എന്തിനാണെന്നറിയാമോ, ഈ കിടക്കുന്ന സെന്റൻസിനെ മലയാളത്തിലോട്ട് എഴുതാനായിട്ട് ചോദിച്ചാൽ അത് നല്ല കൃത്യമായിട്ട് നിങ്ങൾ എഴുതേണ്ടി വരും അല്ലെ. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഇതിനെ മലയാളത്തിലേക്ക് മാറ്റൂ എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ടെങ്കിൽ ഇതിന്റെ മലയാള അർത്ഥം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അതും നോട്ട് ചെയ്ത് പോവുക. അവൾ ഒരു എഴുത്ത് എഴുതുന്നു. എഴുതും എന്നാണോ പറഞ്ഞത്, എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നാണോ പറഞ്ഞത്, അല്ലെങ്കിൽ എഴുതിയായിരുന്നു എന്നാണോ പറഞ്ഞത്, അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കും എന്നാണോ പറഞ്ഞത്? അങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്. അവൾ ഒരു എഴുത്ത് എഴുതുന്നു. They write a letter. അപ്പൊ ഇത് സിമ്പിൾ പ്രസന്റിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സിമ്പിൾ പ്രസന്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയാമോ
അതോ നമ്മുടെ ഹാബിച്വൽ ആയിട്ടുള്ള ഒരു ആക്ഷനെ ഐ വാക്ക് എവറി ഡേ, അതേപോലെ സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ്, അല്ലെങ്കിൽ മോഹൻലാൽ ആക്ട്സ് ഇൻ മെനി മൂവീസ്, അങ്ങനെയോ ആക്ട്സ് ഇൻ മൂവീസ്. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം മോഹൻലാൽ ആക്ട്സ് ഇൻ മൂവീസ് കണ്ടല്ലോ. അപ്പൊ മൂവീസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതെന്താ ഇവിടെ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോഹൻലാൽ എന്ന് പറയുന്ന ആള് സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ആക്ട്സ് എന്നുള്ള കാര്യം, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അയാള് ഒരു ആക്ടറാണ്, അയാള് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ എങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ മോഹൻലാൽ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് പറയാം മോഹൻലാൽ ആക്ട്സ് ഇൻ മൂവീസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മോഹൻലാൽ ആക്ട്സ് ഇൻ മൂവീസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്താണ്? അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ, അതാണ് എന്ത് അല്ലെ, ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് നമുക്ക് പറയാം. ഓക്കെ, സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ സച്ചിൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് അല്ലെ, ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതൊരു ഹാബിച്വൽ ആക്ഷൻ പോലെ അദ്ദേഹം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആ വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും എന്താണ്, മൂവീസിൽ ആക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാബിച്വൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തെ നമുക്ക് ആ രീതിയിൽ പറയുവാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇന്ന് വൈകുന്നേരം 8 മണിക്കുള്ള ഒരു ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇനി നോക്കുക, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ an action, ഓക്കെ, അതെന്തായിരിക്കും? an ongoing action ആണ്, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ആണ് എന്ത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളത്. സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ, അതിനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്. ഓക്കെ, she is eating a mango. അവളൊരു മാമ്പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഒരാളിരുന്ന് മാമ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. she is eating a mango. ഒരു മാമ്പഴം അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത നോക്കുക, they are writing a book. അവർ ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇപ്പൊ ഇരുന്നിട്ട് ഒരു ബുക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? they are writing a book എന്ന് പറയാം അല്ലെ. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതായത് അപ്പൊ നടക്കുന്ന കാര്യം നമുക്ക് 8 മണിക്കുള്ള ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെ, അതായിരിക്കും നല്ലത്. കാരണം എല്ലാം നന്നായിട്ട് പോകണമല്ലോ, നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കണമല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഐ ഹാവ് സ്റ്റഡീഡ്, ഞാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഐ ഹാവ് സ്റ്റഡീഡ്, ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഐ ഹാവ് സ്റ്റഡീഡ്. ഓക്കെ, ഞാൻ പഠിച്ചിട്ടുണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ ഓർക്കുക. എന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യം പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമല്ലോ. ഞാൻ പഠിച്ചിട്ടുണ്ട്, പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുവാണെങ്കിൽ അതെന്താണ്? ഏത് ടെൻസിലാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് അല്ലെ. ഇനി അടുത്ത നോക്കുക, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ എന്താ സംഭവിച്ചത്? she has been writing a letter. കുറെ സമയമായിട്ട് ഒരാള് ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം she has been writing a letter. അവൾ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇനി നോക്കുക, പാസ്റ്റ് ടെൻസ് നമുക്ക് നോക്കാം.
പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സിമ്പിൾ പാസ്റ്റിൽ അത് ജസ്റ്റ് ഒരു പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. പാസ്റ്റിൽ മുൻപ് നടന്ന എന്നാൽ കുറച്ചു സമയം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ആക്ഷനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതാണ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാലോ കുറച്ചു മുമ്പ് വരെ, എപ്പോഴോ തുടങ്ങി കുറച്ചു മുമ്പ് വരെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്നർത്ഥമാണ്. ഓക്കെ, അപ്പൊ നോക്കുക, എക്സാമ്പിൾസ് നോക്കുക. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീ റോട്ട് എ ബുക്ക്, അവൾ ഒരു ബുക്ക് എഴുതി. പാസ്റ്റ് കണ്ടിന്യൂസ് ഏതാണ്? രവി വാസ് റൈറ്റിംഗ് എ നോവൽ, രവി ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഞാനിപ്പോ ക്ലാസ് എടുത്തിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഓർത്താൽ മതി. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ they have written a book, അവർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അല്ലെ? അവർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റിലാണെങ്കിൽ അവർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. പക്ഷെ പാസ്റ്റ് പെർഫെക്റ്റിലോ അവർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നോക്കുക. സീമ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ബുക്ക്, സീമ ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, കുറെ നേരമായിട്ട് എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഓക്കെ, എപ്പോഴോ നിർത്തിയിട്ടുണ്ട്, പക്ഷെ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു, കുറെ നേരം കണ്ടിന്യൂ ചെയ്തു പോയിരുന്നു. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിലേക്ക് നോക്കാം. ഫ്യൂച്ചർ ടെൻസില് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ പഠിക്കും, ഞാൻ പോകും, ഞാൻ ഓടും, ഞാൻ കളിക്കും, അല്ലെ? പിന്നെ അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിച്ച് കുറച്ചു സമയം കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമായിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിരിക്കും, എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ചെയ്ത് തീർക്കുന്ന ഒരു കാര്യമായിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ എപ്പോഴോ തുടങ്ങി കുറെ നേരത്തേന് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. ശ്രദ്ധിക്കാം. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഐ വിൽ ഗോ, ഞാൻ പോകും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഷി വിൽ ബി റൈറ്റിംഗ് എ ബുക്ക്, അവർ ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അടുത്തത് ഷി വിൽ ഹാവ് റിട്ടൺ എ ബുക്ക്, അവൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലെ? എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു, എഴുതിയിട്ടുണ്ടായിരിക്കും. അടുത്തത് they will have been dancing, അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ആ ഒരു മീനിങ് ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മള് നോക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഏതൊക്കെ ടെൻസ് ആണ് നമ്മൾ നോക്കിയത് നമുക്ക് നോക്കാം. എല്ലാം നമ്മളൊന്ന് ഇൻട്രൊഡക്ഷൻ നമ്മളൊന്ന് മനസ്സിലാക്കി, അല്ലെ? ആ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇപ്പൊ നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോ ടെൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ചെയ്യുന്ന ഒരു ആക്ഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ ആക്ഷനെ ഡിനോട്ട് ചെയ്യുമ്പോൾ ആ ആക്ഷൻ ഏത് കാലത്തിലാണ് സംഭവിച്ചത്, ഏത് സമയത്താണ് സംഭവിച്ചത് എന്നാണ് മെയിൻ ആയിട്ടും അത് ഡിപിക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിശദമാക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് 3 കാലങ്ങളാണ്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഈ 3 ടെൻസിനെയും ഉണ്ടല്ലോ, മൂന്ന് ടെൻസിനും വീണ്ടും പല ഫോംസ് ഉണ്ട്. അതിലൊന്നാണ് പ്രസന്റ് ടെൻസിന്റെ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അടുത്തത് പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ ടെൻസിൽ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോ നമ്മൾ അതിനെ ഓരോന്നിനെ എടുത്തു നോക്കി. അപ്പോൾ ഇപ്പോ നടന്ന കാര്യം, ഇന്നലെ നടന്ന കാര്യം, നാളെ നടക്കുന്ന കാര്യം, അതേക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ടെൻസിൽ പഠിക്കുന്നത്. ടെൻസ് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം അതിന്റെ മലയാളത്തിലുള്ള അർത്ഥവും കൂടി പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ, നമ്മൾ പറയുമ്പോൾ നമുക്ക് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് പറയാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ വായിക്കുമ്പോൾ, പത്രം വായിക്കുമ്പോൾ, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ വായിക്കുന്നത് ഏത് ടെൻസിലായിരിക്കും എന്ന് മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നത് കൂടി ഓർമ്മിക്കുക. അപ്പൊ നമുക്ക് വൈകുന്നേരത്തെ ക്ലാസ്
മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കണം. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ടെൻസ് എന്ന ഈ ഒരു ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ഇൻറ്റു ബൈ ടി എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അക്കാഡമി പ്ലാറ്റ്ഫോമിലെ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യുവാനായി ശ്രദ്ധിക്കുക. ലിൻഡു ബൈ ടി, അതുപോലെ തന്നെ അക്കാഡമി ആപ്പിലെ ലിൻഡു അൽഫോൺസ് ജോയ് എന്ന ഒരു പ്രൊഫൈലിലുള്ള ക്ലാസ്സുകൾ കേൾക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒപ്പം സിലബസും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അക്കാഡമി പ്ലാറ്റ്ഫോമിലെ എഡ്യൂക്കേറ്റേഴ്സ് നയിക്കുന്ന നിരവധി ബാച്ച് കോഴ്സും മറ്റുമുണ്ട്. എല്ലാം കാണുവാനും നന്നായി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.